ഇപ്പം തന്നെ ഈ ചാനലിൽ നിങ്ങൾക്കാൾ ഉത്തരവാദിത്തത്തിൽ ഞാനല്ലേ ഇത് വിളിച്ചെല്ലാം കൈകാര്യം ചെയ്തത്? ആണോ? അതിൻ്റെ കാര്യമില്ല. അതെനിക്ക് വേണമെങ്കിൽ ചുമ്മാ അങ്ങോട്ട് മോളെ അയ്യോ സമയമില്ല, അവിടെ ഭയങ്കര പ്രശ്നമാണ്, ഇത് മാറ്റിവിടാം, അല്ലേ? ഞാൻ അത് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ എന്നിലൂടെ ഇതും ഇപ്പം മോള് ഈ നിൽക്കുന്ന ക്യാമറ ചെയ്യുന്ന ആൾ, പിന്നെ ഈ സ്റ്റുഡിയോയുടെ ആൾ, ഇതെല്ലാം നമ്മളൊരു ബിസിനസ് മൈൻഡിലല്ല പോകണത്. എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ നമുക്ക്? അരി മേടിക്കാൻ എന്തെങ്കിലും കിട്ടണ്ടേ? അപ്പം ഇങ്ങനെ ഇതൊരു ചെറിയൊരു ബിസിനസ്സാണ്. ആ ബിസിനസ്സിനകത്ത് ഞങ്ങളെപ്പോലുള്ളൊരു മാറി നിന്ന് കഴിഞ്ഞാൽ ആ ബിസിനസ് നടക്കും. നടക്കുമോ? അപ്പം നിങ്ങളത് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു പബ്ലിസിറ്റി അല്ല, ഞങ്ങൾക്ക് മൈനസ് വരുമല്ലോ. പിന്നെ മൈനസ് വരുത്തുന്നവരോട്, ആ ചാനലുകാരോട് മൈനസ് വരുത്തുന്നതായിരുന്നു ചാനലുണ്ട്, ഇത് ചാനലിനോട് പറയുന്നത് കൊച്ചിനോടല്ല, അത് വരുത്തുന്നുണ്ടെങ്കിൽ അറിഞ്ഞിട്ട് ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ സംഭവത്തെക്കുറിച്ചോ അറിഞ്ഞ് അതിന് വസ്തുനിഷ്ഠമായ കാര്യമുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം അത് നിങ്ങൾ പുറത്തേക്ക് വിടുക. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബം അനുഭവിച്ചില്ലേ കലാഭവമണി പ്രശ്നത്തിലെ 1.5 കൊല്ലം ഞാൻ ഇരുന്ന വീട്ടിൽ, അറിയോ മോക്കെ? അതേ ഉള്ളൂ. നുണ പരിശോധന, നാർക്കോ അനാലിസിസ്, ഇതെല്ലാം ഈ പ്രായത്തിനിടയ്ക്ക് കഴിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെയൊക്കെ പെയിനൊക്കെ തുടങ്ങി. അപ്പം ഈ അവിടെ റേഡിയേഷൻ അടിച്ചിട്ട് മുട്ടിനൊക്കെ പെയിൻ തുടങ്ങി. സത്യാവസ്ഥ വന്നപ്പോൾ എന്തായി? ഒരു പത്രത്തിൽ വന്നൊരു കോളത്തിൽ എവിടെയെങ്കിലും വന്നോ? ഞങ്ങളല്ലെന്നോ? നിങ്ങൾ തിരിച്ചു പറഞ്ഞോ? നിങ്ങളാരും തിരിച്ചും പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അന്ന് കുറച്ച് പേര് ചോദിച്ചു, കുറേ പേര് സപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഏത് വ്യക്തിയാണ് ഒരു മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ ആലോചിച്ച് പറയണം. അവർക്ക് കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് സ്വന്തക്കാർ, ബന്ധക്കാർ, നാട്ടിൽ പ്രമുഖൻ, അല്ലെങ്കിൽ ആരുമായിട്ടൊരു കൂലിപ്പണിക്കാരനാണല്ലോ അന്തസ്സും ആഭിജാത്യമില്ലേ? അത് കൂലി. പെട്ടെന്ന് ഒരാൾ ആരുടെ കട്ടെ മറ്റേ രാഘവനാണെന്ന് പറയാനായിട്ട്, ആണോ? അവൻ തന്നെയാണ്, അവൻ നമുക്കറിയാൻ പാടില്ലേ? 4 പേര് പറഞ്ഞ് അങ്ങോട്ട് പരത്തി രാഘവൻ കള്ളനായി. ഒരു 2 കൊല്ലം കഴിയുമ്പോൾ തെളിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ രാഘവൻ അനുഭവിച്ച വേദന അതിനെ ആർക്കും തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റുമോ? പറ്റുകയില്ല. അയാൾ നാറി. ചിലപ്പോൾ അത് മതി. അല്ല, അയാൾ നാറിപ്പോയിന്നാ പറഞ്ഞത്. അയാള് അതുകൊണ്ട് ആ കുടുംബം ഇല്ലാതെ ആയി പോവാണല്ലോ. അയാൾ ഇച്ചിരി വിഷം എടുത്ത് കഴിച്ചു, മറ്റേനും ഇച്ചിരി വിഷം കൊടുത്ത്, ഈ പറഞ്ഞ ആൾക്കാർക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടാവുമോ? അപ്പോൾ നമ്മൾ എന്താ അറിയണ്ടേ? ഒരു വ്യക്തിപരമായിട്ട് അല്ല വ്യക്തമായിട്ടൊരു കേസ് അറിഞ്ഞാൽ മാത്രം അത് സത്യമാണെന്നറിഞ്ഞാൽ നമുക്ക് വിടാം. അത് വിട്ടാൽ ഭയങ്കര